മദ്യനയ രൂപീകരണത്തിനായുള്ള മന്ത്രിതല ചർച്ചകൾക്ക് തുടക്കമായി. ബാർ ഡിസ്റ്റിലറി ഉടമകളുമായി മന്ത്രി എം. രാജേഷ് ഇന്ന് ചർച്ച നടത്തും. ബാർക്കോഴ വിവാദവും ടൂറിസം വകുപ്പിന്റെ കൈകടത്തലും കത്തി നിൽക്കുന്നതിനിടയിലാണ് മദ്യനയത്തിന് കരടൊരുങ്ങുന്നത്. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, നമ്മൾ പറഞ്ഞ പോലെയാണ് വലിയ വിവാദങ്ങൾക്കിടെ ഒപ്പം തന്നെ ടൂറിസം വകുപ്പ് കഴിഞ്ഞ മെയ്യിൽ ടൂറിസം വകുപ്പ് ഡയറക്ടർ ഈ ബാർ ഉടമകളുടെ യോഗം വിളിച്ചതിനൊക്കെ ശേഷം അതൊക്കെ വലിയ രീതിയിൽ വിവാദമായിരുന്നല്ലോ. മാത്രമല്ല പുറത്തു വന്ന ശബ്ദ സന്ദേശം അപ്പോഴെല്ലാം പ്രതിരോധമായി എക്സൈസ് വകുപ്പ് ഉയർത്തിക്കാട്ടിയത് എക്സൈസ് മന്ത്രി ഉൾപ്പെടെ പറഞ്ഞത് ഇതിന്റെ പ്രാരംഭഘട്ട ചർച്ചകൾക്ക് പോലും തുടക്കമായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇന്നലെയുടെ ചർച്ചകൾക്ക് തുടക്കമായിരിക്കുന്നു. ഇന്ന് ബാർ ഡിസ്റ്റിലറി ഉടമകളുമായിട്ട് ചർച്ച, ഇന്നലെ കളിഷാപ്പ് ഉടമകളുമായിട്ടായിരുന്നു. പക്ഷേ അവർ ഈ ദൂരപരിധി വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ്. ബാർ ഉടമകൾക്ക് ഇന്ന് നിരവധി ആവശ്യങ്ങൾ ഉണ്ടല്ലോ. ഡ്രൈ ഡേ ഒഴിവാക്കുന്ന നടക്കാം, അതും വലിയ രീതിയിൽ വിവാദത്തിൽ നിൽക്കുകയാണ്. എങ്ങനെ നോക്കിക്കാണാം ഇന്നത്തെ ചർച്ചയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, പ്രാഥമികമായി പറയേണ്ടത് ഈ ചർച്ചയുടെ ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ എക്സൈസ് മന്ത്രി പോലും അറിയാതെ ടൂറിസം വകുപ്പ് ഇത്തരത്തിൽ വന്ധ്യതയുമായി ബന്ധപ്പെട്ടൊരു യോഗം വിളിക്കുന്നു. ആ യോഗത്തിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള പലരും പങ്കെടുക്കുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ എക്സൈസ് മന്ത്രി നേരിട്ട് ഇത്തരത്തിലൊരു യോഗം വിളിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം മന്ത്രി അറിയാതെ ഇത്തരത്തിൽ ടൂറിസം വകുപ്പ് ഒരു യോഗം വിളിച്ചതിൽ എം. രാജേഷിന് അതൃപ്തിയുണ്ട്. ആ അതൃപ്തിയാണ് ഇത്ര ധൃതി പിടിച്ചൊരു യോഗം വിളിക്കുന്നതിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. കാരണം ഇന്ന് യോഗം ആരംഭിക്കും എന്നുള്ളതായിരുന്നു നേരത്തെ മന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. എന്നാൽ അതിന് കാത്തു നിൽക്കാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മന്ത്രി ഈ രീതിയിലുള്ള ഒരു യോഗങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ആദ്യം ഈ പറഞ്ഞ രീതിയിൽ കള്ളുഷാപ്പ് ലൈസൻസുകളുമായും ട്രേഡ് യൂണിയൻ നേതാക്കളുമായിട്ടൊക്കെ ആയിരുന്നു ചർച്ച. ആ യോഗത്തിലാണ് പ്രധാനമായും ഇത്തരമൊരു വിഷയം ഉയർന്നു വന്നത്. കാരണം കാലങ്ങളായി ഈ പറഞ്ഞ രീതിയിലുള്ള കള്ളുഷാപ്പ് ലൈസൻസുകളൊക്കെ ആവശ്യം ഉന്നയിക്കുന്നതാണ് ഈ ദൂരപരിധിയുമായി ബന്ധപ്പെട്ടുള്ളത്. കാരണം ആരാധനാലയങ്ങളും സ്കൂളുകളുമായി ഒക്കെ ഉള്ള ഈ 400 മീറ്റർ ദൂരപരിധി എന്നുള്ളതിൽ ഒരു കുറവ് വരുത്തണമെന്നുള്ളൊരു ആവശ്യം അവർ പല കാലങ്ങളിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതിന് കാര്യമായൊരു അംഗീകാരം കിട്ടാതെ പോയിട്ടുമുണ്ട്. പക്ഷേ ആ വിഷയങ്ങൾ തന്നെയാണ് അവർ ഇന്നും കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ ഉന്നയിച്ചത്. എന്തായാലും ഇന്നാണ് ഈ മദ്യനയവുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക തല ചർച്ചകളിൽ, പ്രത്യേകിച്ച് കരട് നയം ഒരുക്കുന്നതിന് മുൻപുള്ള പ്രാഥമിക തല ചർച്ചകളിൽ ഏറ്റവും നിർണായകമായ ദിനം. ഇന്ന് ബാർ ഉടമകളുമായി ഏതാണ്ട് ഉച്ചയ്ക്ക് 12 മണിയോടെ എക്സൈസ് മന്ത്രി എം. രാജേഷ് ചർച്ചകൾ നടത്തുന്നു. ആ ചർച്ചകളിൽ അവരുന്നയിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് ഇന്ന് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഡ്രൈ ഡേ ഒഴിവാക്കുന്നത്, അതുപോലെ തന്നെ ബാറുകളുടെ സമയം കൂട്ടുന്നത്, വീര്യം കുറഞ്ഞ മദ്യം അത് വില കുറച്ച് വിൽക്കുന്നത് തുടങ്ങിയിട്ടുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതുപോലെ ബ്രൂവറികളുടെയും ഡിസ്റ്റിലറികളുടെയും ഒക്കെ അവർക്കൊക്കെ കൂടുതൽ ഇളവുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ആവശ്യങ്ങൾ കാലങ്ങളായി നിലനിൽക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ നിലനിൽക്കുന്നത്. ഈ ആവശ്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ നേരത്തെ ഉണ്ടായിട്ടുള്ള വിവാദങ്ങളും ചർച്ചയാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. പ്രത്യേകിച്ച് ഈ ബാർക്കോഴ വിവാദം വീണ്ടും കേരളത്തെ പിടിച്ചുകുലുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അല്ലെങ്കിൽ ഈ ഡ്രൈ ഡേ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ വരണമെങ്കിൽ നമ്മൾ പണം നൽകേണ്ടി വരുമെന്നുള്ള ബാർ ഉടമകളുടെ സംഘടനകളുടെ ഇടുക്കിയിലെ പ്രധാനപ്പെട്ട നേതാവിൻ്റെ ശബ്ദ സന്ദേശം പുറത്താക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ സജീവമാക്കുന്നത്, പ്രതിപക്ഷം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ആ വിഷയത്തിൽ കൃത്യമായ അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകാത്ത അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെയാണ് എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയത്തിൽ ടൂറിസം വകുപ്പ് ഒരു അമിതാധികാര പ്രയോഗം നടത്തിയതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിയ വിമർശനം അത് നിയമസഭയിലടക്കം വലിയ ചർച്ചയായിരുന്നു. പ്രത്യേകിച്ച് ഒരു കുട്ടി ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ ജാതകം, അതായത് ഇപ്പോൾ ജനിച്ചിട്ടില്ലാത്തൊരു കുട്ടിയുടെ ജാതകം എഴുതുന്നത് എന്തിനാണെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നത്, ആ കുട്ടിയുടെ അച്ഛൻ ആരാണെന്നുള്ള പ്രതിപക്ഷത്തിന്റെ തിരിച്ചുള്ള പരിഹാസം, അങ്ങനെ വലിയ ചർച്ചകളൊക്കെ നടന്നതാണ് ഈ ടൂറിസം വകുപ്പ് വിഷയത്തിൽ അമിതാധികാര പ്രയോഗം നടത്തിയതും. അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള അമർഷമുണ്ട്, പക്ഷേ അത് പുറത്തു പറയാൻ സാധിക്കാത്ത സാഹചര്യം എല്ലാവർക്കും അറിയാവുന്ന പോലെ അങ്ങനെയൊക്കെയുള്ള സൂചനകൾ കിട്ടിയിരുന്നു. എന്തായാലും ഇത് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി സാധാരണയായി നടത്തുന്ന ഒരു മീറ്റിംഗ് തന്നെയായിരുന്നു എന്നുള്ളതൊക്കെയാണ് ടൂറിസം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വിശദീകരണം ഡയറക്ടർ നൽകിയത്. എന്തായാലും പ്രജിത്ത്, ഈ ഒപ്പം തന്നെ പ്രതിപക്ഷം ഇത് വലിയ രീതിയിൽ ആളിക്കത്തിക്കാൻ, നിയമസഭയിൽ ഉൾപ്പെടെ ഇത് ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യമുണ്ട്. യൂത്ത് കോൺഗ്രസ് മാർച്ചൊക്കെ നടത്തി അത് സംഘർഷത്തിൽ കലാശിച്ചൊരു സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷേ അതിനിടയിലാണല്ലോ ഈ മന്ത്രി എം. രാജേഷിൻ്റെ ഒരു പരാതി ഉണ്ടല്ലോ. അതും പ്രത്യേകിച്ച് നിയമസഭയിൽ അത് പ്രത്യേകമായി റുജിയം ജോൺ MLA എടുത്തു പറഞ്ഞിരുന്ന ഒരു സാഹചര്യം. ഇത് ബാർക്കോഴ വിവാദത്തെക്കുറിച്ചല്ല, ആ ശബ്ദ സന്ദേശം എങ്ങനെ പുറത്തു വന്നു അതിനെക്കുറിച്ചാണ് അന്വേഷിക്കുന്ന പരിഹാസ രൂപേണയൊക്കെ പ്രതിപക്ഷ നിയമസഭയിൽ പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ കൂടി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഉൾപ്പെട്ടൊരു സാഹചര്യം കൂടിയുണ്ട്. പ്രതിപക്ഷം വലിയ രീതിയിൽ ഇത് പ്രശ്നമാക്കാൻ ശ്രമിക്കുന്നതിനിടെ അവർ കൂടി പ്രതിരോധത്തിൽ പെടുന്ന ഒരു സാഹചര്യം.
തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകനെതിരെ കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളത് പറയേണ്ടി വരും. കാരണം ഈ അന്വേഷണം തുടർന്നു കൊണ്ടുപോകുക, അതോടൊപ്പം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകനെ ഇക്കാര്യത്തിൽ പ്രതിയാക്കുക എന്നുള്ളൊരു നിലപാടിലേക്കാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. കാരണം ഈ ബാർക്കോഴ വിവാദത്തിൽ വലിയ രീതിയിൽ സർക്കാർ പ്രതിരോധത്തിലായിട്ടുണ്ട്. അതിൽ എക്സൈസ് മന്ത്രി അടക്കം വലിയ അമർഷങ്ങളുമൊക്കെ നിലനിൽക്കുന്നു, വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. കാരണം സർക്കാരിൻ്റെ ഒരു കൂട്ടുത്തരവാദിത്തം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ചർച്ചയായിട്ടുണ്ട്. ആർക്കാണ് സംസ്ഥാനത്ത് ഇത്തരം വിഷയങ്ങളിൽ ഒരു വകുപ്പുകൾ പോലും നോക്കാതെ ഇടപെടാനുള്ള അധികാരമുള്ളത് എന്നുള്ളതിനുള്ള വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ സംസ്ഥാനത്ത് നടക്കുന്നതിനിടയിലാണ് പ്രതിപക്ഷത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ മകനെതിരെ തന്നെ ഈ രീതിയിലുള്ളൊരു ആരോപണങ്ങളുമായി അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു കേസുമായിട്ടൊക്കെ സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ആയിരുന്നു എന്നുള്ളതാണ് സർക്കാർ ഈ രീതിയിൽ കാണുന്ന തിരുവഞ്ചൂരിൻ്റെ മകനെതിരെ കാണുന്ന പ്രധാനപ്പെട്ട കുറ്റം എന്ന് പറയുന്നത്. ആ രീതിയിലുള്ള അന്വേഷണങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. തിരുവഞ്ചൂരിൻ്റെ മകനെ പ്രതിയാക്കിയാൽ ആ വിഷയത്തിൽ പ്രതിപക്ഷത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് അവരുടെ ഒരു വിലയിരുത്തൽ നിലവിലുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്വേഷണവുമായി സജീവമായി മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ നിലവിൽ ഈ രീതിയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകനെ പ്രതിയാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ബാർക്കോഴ വിവാദവും അല്ലെങ്കിൽ ഈ നിലവിൽ മദ്യനയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. ഈ ചോദ്യം ചെയ്യാൻ ശേഷമായിരിക്കും ഈ രീതിയിലുള്ള കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോകുക. ആ നടപടികൾ ഉണ്ടാകുന്ന സമയത്ത് പ്രതിരോധം തീർക്കാൻ ഏത് രീതിയിൽ പ്രതിപക്ഷത്തിനാകും എന്നുള്ളതൊരു ചോദ്യം ബാക്കിയാണ്. കാരണം ഇത്തരമൊരു വിവാദം നേരത്തെയും ബാർക്കോഴ വിവാദം ഉണ്ടായിട്ടുള്ളതാണ്. നിലവിൽ UDF അധികാരത്തിലിരിക്കുന്ന സമയത്തും ഈ രീതിയിലുള്ള വിവാദം ഉണ്ടായിട്ടുള്ളതാണ്. അന്നും വലിയ രീതിയിലുള്ള പ്രതിരോധത്തിൽ പോയ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് UDF. അന്ന് അതുമായി ബന്ധപ്പെട്ട അധികാരമൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടാകുന്നു, മുന്നണികളിൽ തകർച്ചകൾ ഉണ്ടാകുന്നു. അങ്ങനെ വലിയ വിഷയങ്ങൾ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ നിന്ന് വീണ്ടും ഇടതുമുന്നണി അധികാരത്തിലെത്തുന്ന സമയത്ത് വീണ്ടും ഒരു ബാർക്കോഴ കേസ് വീണ്ടും അല്ലെങ്കിൽ ബാർക്കോഴ വിവാദം വീണ്ടും ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉണ്ടാക്കുന്നു. നിയമസഭയിലടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പരിഹാസങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്താണ് പ്രതിപക്ഷത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ മകനെതിരെ ഇത്തരത്തിലുള്ളൊരു കേസുമായി സർക്കാർ രംഗത്ത് വരുന്നത്. ആ കേസ് അത് വളരെ കൃത്യമായി ഉപയോഗിക്കാൻ തന്നെയായിരിക്കും സർക്കാരിൻ്റെ നീക്കം, പോലീസിൻ്റെ നീക്കം. അതുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകനെ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ തർക്കമില്ല. പക്ഷേ അത് ഏത് രീതിയിൽ ഏത് ലെവൽ വരെ എത്തുമെന്നുള്ളതാണ് കാത്തിരുന്നത് കാണേണ്ടത്. കാരണം ഈ പലപ്പോഴും ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോഴാണ് പല ഡീലുകളെ പറ്റിയും ഒക്കെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഡീലുകളിലേക്ക് കാര്യങ്ങൾ പോകുമോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചർച്ചകളും ചോദ്യങ്ങളും ഒക്കെ വരും ദിവസങ്ങളിലും ഉണ്ടാകും. എന്തായാലും ഇന്ന് പ്രധാനമാകുന്നത് ഈ രീതിയിലുള്ള ഈ ബാർ ഉടമകളുമായും ഡിസ്റ്റിലറി ഉടമകളുമായിട്ടുള്ള സർക്കാരിൻ്റെ ചർച്ച തന്നെയാണ്. ആ ചർച്ചയിൽ അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കും, അതിൽ സർക്കാർ ഏത് രീതിയിൽ പരിഗണിക്കും എന്നുള്ളതൊക്കെ ഇന്നത്തെ നിർണായകമായ വിഷയങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ബാറുകളുടെയും ഒക്കെ സമയം കൂട്ടുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമായി ബാർ ഉടമകൾ എപ്പോഴും ഉന്നയിച്ചിട്ടുള്ളതാണ്. അത് തന്നെയാണ് ട്രൈഡേ ഒഴിവാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ. സർക്കാരിന് അധിക വരുമാനമൊക്കെ ലഭിക്കുന്ന വിഷയമാണ്. അപ്പോൾ പക്ഷെ ഒരു പ്രതിപക്ഷ പ്രതിഷേധം അല്ലെങ്കിൽ സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ നിന്ന് ഈ രീതിയിൽ മദ്യം എല്ലാ ദിവസവും സംസ്ഥാനത്ത് ഒഴുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം, മാസത്തിലെ മുഴുവൻ ദിവസങ്ങളിലും സംസ്ഥാനത്ത് മദ്യം ഒഴുക്കുന്ന രീതിയിലേക്കൊക്കെ സർക്കാർ പോകുമോ എന്നുള്ളതൊക്കെ അടക്കമുള്ള അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും ഒക്കെ നിലനിൽക്കുന്നു. അപ്പോൾ പൊതുവിൽ ഈ വിഷയങ്ങളിൽ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും, അല്ലെങ്കിൽ ഈ മദ്യനയത്തിൻ്റെ കരട് വരുമ്പോൾ അതിൽ എന്തൊക്കെ വിഷയങ്ങൾ ഉൾപ്പെടുത്തും, അതിൽ ഈ പറഞ്ഞ രീതിയിലുള്ള വിവാദമായിട്ടുള്ള പ്രശ്നങ്ങൾ, വിവാദമായിട്ടുള്ള ഈ രീതിയിലുള്ള ബാർക്കോഴ അടക്കമുള്ള പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ഓഡിയോ സന്ദേശങ്ങളടക്കം വന്ന വിഷയങ്ങളായതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ സജീവമായ ഒരു ഇടപെടലിന് സർക്കാർ തയ്യാറാകുമോ അതോ പിന്നോക്കം പോകുമോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചർച്ചകൾ എന്തായാലും വരും ദിവസങ്ങളിൽ കേരളത്തിലുണ്ടാവും. ഇന്ന് ഈ ചർച്ചയിൽ ബാർ ഉടമകൾ 12 മണിക്കാണ് ഈ ചർച്ച നടക്കുന്നത്. MP രാജേഷുമായി ബാർ ഉടമകൾ അവരുടെ സംഘടനാ നേതാക്കളൊക്കെ കൂടിക്കാഴ്ച നടത്തുന്നപ്പോൾ ആ കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ വിഷയങ്ങൾ ഉന്നയിക്കും എന്നുള്ളതാണ്. ഇനി ഏതെങ്കിലും രീതിയിൽ വിവാദമായ സാഹചര്യത്തിൽ അവരുടെ മുൻ നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോകുമോ, ഈ ശബ്ദ സന്ദേശമാണ് പ്രധാനപ്പെട്ട വിഷയം. കാരണം ഡ്രൈഡേ ഒഴിവാക്കുന്ന അടക്കമായിട്ടുള്ള വിഷയങ്ങളിലാണ് ഈ രീതിയിൽ പണപ്പിരിവ് നടത്തിയിട്ടുള്ള ഓരോരുത്തരും 2 ലക്ഷം രൂപ വരെ നൽകണമെന്നുള്ള ആ ഓഡിയോ സന്ദേശം ഇടുക്കിയിലെ പ്രധാനപ്പെട്ട ബാർ ഉടമകളുടെ സംഘടനാ നേതാവിൻ്റെ ഓഡിയോ സന്ദേശം അത് സംസ്ഥാന നേതാവടക്കം തള്ളിയെങ്കിലും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്തായാലും ഇന്ന് ആ വിഷയങ്ങൾ അവർ ഉന്നയിക്കുമോ, അല്ലെങ്കിൽ അത് ഈ പറഞ്ഞ രീതിയിൽ ചർച്ചയുടെ ഒരു പരിഗണനാ വിഷയങ്ങളിൽ വരുമോ എന്നുള്ളതാണ് പ്രധാനമായത്.